ഇനി ബ്രോ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ബ്രോക്ക് ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. ഓക്കെ, ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. ഓക്കെ, ടെൻഷൻ ആവുന്നുണ്ട്, നമുക്ക് പഴയ പോലെ ആക്കാം. 1 2 3 4 5 6 7. ആ കുട്ടിക്ക് എന്തോ വയ്യ തോന്നുന്നു, കുറെ നേരമായി രാവിലെ മുതൽ നിൽക്കണതാ. ബ്രോ ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. അയ്യേ, വന്നിരിക്കും. പറയുമ്പോ ബ്രോയുടെ ഇടക്കണ്ണ കേട്ട് നോക്കുന്നുണ്ടല്ലോ. പഴയപടി ആക്കട്ടെ, പഴയപടി. വേണ്ട നിക്ക് ബ്രോ, ഇരിക്കി. ഇയാളേതാ, നിങ്ങളെ കൂടെ വന്നതാ? അയ്യോ, പഴയ പോലെ ആവണ്ടേ ഗൈസ്. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്യാങ് വന്നതാണ്, പക്ഷെ ഇതില് കോൺഫിഡൻസ് കൂടിയ ഒരാളാണ് നമുക്ക് വന്നത്. അന്നു. നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? ഓക്കെ ബ്രോ, ഒന്ന് നിൽക്കാവോ? ഫ്രീ ആണെങ്കിൽ നിന്നാ മതി, തിരക്കില്ലല്ലോ. പേരെന്താ? ഹരി. ഓക്കെ, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മെന്റലിസം ആണ്. മെന്റലിസത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? അറിയാ. എന്താ? ഇങ്ങനെ കണ്ണു മൂടിയിട്ട് ഓരോരുത്തരെ കാണിച്ചിട്ടൊക്കെ ചെയ്യൂലേ? വലിയ ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല, മെന്റലിസത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, റിലാക്സ്ഡ് അല്ലേ? ലഞ്ചൊക്കെ കഴിച്ചില്ലേ? കഴിച്ചിട്ടില്ല. ഇതിൽ ആരെയാണ് ചെയ്യണ്ടേ? 2 പേർക്കും ഓരോ സംഭവം വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ബ്രോ ആയിക്കോട്ടെ, ബ്രോ റിലാക്സ് ആവണം. ഒന്ന് ഇരുത്തി, 2 പേരും ഒന്നും ഇവിടെ ഇരുന്നോ. എന്താ ചെയ്യാൻ അത് ചെയ്തൽ പറയാം. ഓക്കെ, സ്ഥലം എവിടെ? മലപ്പുറം. ഓക്കെ, ഒന്ന് ബ്രീത്ത് ഇൻ. ടെൻഷൻ ആവൊന്നും വേണ്ട കേട്ടോ, ഇത് സിമ്പിൾ പരിപാടിയാണ്. നൈസായിട്ട് ഒരു മുള്ള് ഉറുമ്പ് തുമ്പി വെച്ച് കല്ലെടുക്കുന്ന പോലത്തെ ഒരു ചെറിയ പരിപാടി. ഓക്കെ, ഒന്ന് താഴ്ന്ന. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യട്ടാ. ഒന്നും ചെയ്യില്ലല്ലോ. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കും ബ്രോയുടെ ഇതിൽ നടക്കുക കേട്ടോ. ഇനി ബ്രോ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ബ്രോക്ക് ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. ഓക്കെ, ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. ഓക്കെ, ടെൻഷൻ ആവുന്നുണ്ട്, നമുക്ക് പഴയ പോലെ ആക്കാം. ഓക്കെ, ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. ഓക്കെ, കണ്ണു തുറക്കുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നഗ്നരായിട്ടാവും കാണാം. കണ്ണു തുറക്കുമ്പോൾ ചുറ്റുള്ളവരൊക്കെ നഗ്നരായിട്ടാവും, ഞാനൊഴികെ. ഓക്കെ, ഞാനൊഴികെ എല്ലാവരും നഗ്നരാവും. ഓക്കെ, ബ്രോ ഓടല്ലേ. വാ ഇവിടെ വന്നിരിക്കും. അയ്യേ, വന്നിരിക്കും. ഞാൻ നോക്കൂല, അന്തസ്സൊക്കെ ഉണ്ട്. ഇരിക്കി. ഞാൻ നോക്കൂല. അല്ല ബ്രോ ഇരിക്കി, ഞാൻ പറയട്ടെ. കണ്ണടച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇവിടെ ഇടക്കണ്ണ കേട്ട് നോക്കുന്നുണ്ടല്ലോ. റിലാക്സ്, കൂളാവ്. ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ പഴയപടി ആക്കട്ടെ. വേണ്ട. നിക്ക് ബ്രോ, ഇരിക്കി. ആളിനി ജീവിതകാലം മുഴുവൻ അങ്ങനെ നടക്കേണ്ടി വരും. ബ്രോ വന്നിരിക്കും. ബ്രോ ഇരിക്കി. ഇയാളേതാ, നിങ്ങളെ കൂടെ വന്നതാ? അയ്യോ, പഴയ പോലെ ആവണ്ടേ? വേണ്ടേ? ശരിയാവൂല. നേരത്തെ പഴയ പോലെ ആവണ്ട പറഞ്ഞ്. കുഴപ്പമില്ല, പഴയ പോലെ. ഓക്കെ, ഹെഡ് അപ്പ് ചെയ്യുമ്പോ പഴയ പോലെ ആവും. ആവണ്ടേ? സ്നാപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഒന്ന് നോക്കിയോ. നേരത്തെ എന്തായിരുന്നു? നിങ്ങളെ കൂടെ വന്നതാ? ഇനി ആക്കണോ? അങ്ങനെ ആക്കാൻ പറ്റില്ല ബ്രോ. റിലാക്സ്. ഓക്കെ, ഇനി ഒന്ന്
താഴണേ. അപ്പം ഞാൻ ഹെഡ് അപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളൊരു ഗേ ആയിരിക്കും, പക്ഷേ നിങ്ങളത് ഓക്കെ പറയില്ല. നിങ്ങളൊരു ഗേ ആയിരിക്കും, പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. നിങ്ങളൊരു ഗേ ആയിരിക്കും, പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. അപ്പ് ഗേ അല്ലേ? അല്ല. വേണ്ട, ഞാൻ പറഞ്ഞില്ല, സമ്മതിച്ചില്ല. ഗേ അല്ലേ? അല്ല. വേണ്ട, സമ്മതിക്കുന്നില്ല. ഗേ അല്ലേ? നിങ്ങൾ ഗേ അല്ലേ? അല്ല. സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ, ആളൊരു ഗേ ആണ്, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. നിങ്ങളൊരു ഗേ അല്ലേ? അല്ല. സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, തല പൊക്കി കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. നിങ്ങളൊരു ഗേ അല്ലേ? അല്ല. വേണ്ട, നോ മാത്രമേ പറയുള്ളൂ. നിങ്ങളൊരു ഗേ അല്ലേ? അല്ല. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ. ആ ഓക്കെ, പഴയ പോലെ ആക്കാം. പേരെന്താ? അന്നു. ഇപ്പൊ എന്താ പറഞ്ഞു? ഗേ അല്ലേന്ന്? അല്ല എല്ലാന്ന് പറഞ്ഞില്ലേ? നേരത്തെ അത് കറക്റ്റ് ആയിരുന്നു അല്ലേ? ശരിയായില്ലേ? സിമ്പിൾ സാധനം. അപ്പൊ വേറെന്തെങ്കിലും ആറിനെ കാണാൻ ആഗ്രഹിക്കണേ? അത് സീക്രട്ട് ആക്കി വെച്ചോട്ടെ. അപ്പൊ എങ്ങനെയാ ആറിനെ കണ്ട്? ആരെ കണ്ട? ഇല്ല, എന്റെ ആന്റീന. ആന്റി കാണാൻ എങ്ങനെയാണ്? ആരെ പോലെ ആണോ? മരിച്ചു പോരെ കൂടുന്ന ട്രോമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? അതറിയൂല. എക്സ് വന്നാ സംസാരിച്ച് തൊള്ളിയിരിക്കാനല്ലേ? പിന്നെന്തിനാ? എക്സ് വന്നാ എന്താ ചെയ്യാന്ന് പറയണം, എന്നാലും നമുക്കത് വന്നതിന് ശേഷം നിങ്ങൾ ട്രോമായി വെള്ളത്തിക്കൊക്കെ എടുത്ത് ചാടി കഴിഞ്ഞാൽ അത്രക്ക് സീനൊന്നുമില്ല. ദേഷ്യാണോ അതോട്? ദേഷ്യമില്ല, പക്ഷെ കുറച്ച് ദേഷ്യമുണ്ട്. അപ്പൊ പ്രശ്നമാണ്, അപ്പൊ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ബ്രോ കഴിഞ്ഞൂട്ടാ? കഴിഞ്ഞു, പൊക്കോളൂ. ഇല്ല, ഇനി പഴയ പോലെ വീണ്ടും ആക്കാൻ പറ്റില്ല. ഒരു 5000 മരിച്ചതാണോ അല്ലാണ്ട്? നേരത്തെ പറഞ്ഞ ആന്റി. അയ്യോ, അത് പക്ഷെ അറിയാലോ, ഇത് സൈക്കിക് ലെവലിലേക്കൊക്കെ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സോറി. എക്സിനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഹരിത അവിടെ ഇരിക്കുന്നു. ഹരിയല്ലേ ഇവരുടെ പേര്? ഹരിയല്ലേ? ഹരി ഹരി വേറെ ഹരി. ഞാൻ പോടാ, എനിക്ക് കിട്ടി. ഹരി ഇരുട്ടാവണടി മുമ്പ് ലൈറ്റ് പ്രശ്നം ഉണ്ടോ? സൈഡിൽ നിന്ന് എടുക്കണോ? വേറെ പിടിക്കാ. ദേഷ്യമുള്ളു. അല്ല വേറെ ആരാ? പാമ്പ് വല്ല ജീവി എന്തെങ്കിലും എടുത്തിട്ട് പേടിക്കരുത് കേട്ടോ. ഏറ്റവും പേടിയുള്ള അതന്നെ പറഞ്ഞു. അതെനിക്ക് പേടിയുള്ളത്. അങ്ങോട്ട് പോവാല്ലേ? ഏറ്റവും പേടിയുള്ള മൃഗം ഏതാ? പേടിയുള്ളത് പാറ്റ. ഞാൻ പിടിച്ചു കൊടുത്തരാ. പിന്നേതാ? അല്ല പാമ്പ് എടുക്കാം. പാമ്പ്. ഞാൻ വരുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ട്. ആളിങ്ങനെ ആടി ആടിട്ട്. ആ പാമ്പാ? അത് ഒറിജിനലാ? ഒറിജിനൽ പാമ്പ്. റിലാക്സ് ആവണേ. ഒന്ന് താഴാമോ? 1 2 3 4 5 6 7 8 9 10 20ാമത്തെ നമ്പറിൽ നമുക്ക് പാമ്പിനെ കൊണ്ടുവരാൻ പറ്റും.
ഒന്ന് 10 വരെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 അല്ല 20. 10 വരെ എണ്ണാൻ പറഞ്ഞോളൂ. 20 ഞാൻ കേട്ടു. കുഴപ്പമില്ല. ഓക്കെ. ഒന്നുകൂടി എണ്ണിക്കും. 1 2 3 4 5 6 7 കണ്ണടച്ചിട്ട് എണ്ണേ. മാക്സിമം എത്ര എണ്ണാൻ പറ്റും? നോക്കാം. 1 2 3 4 5 6 7 നിർത്താൻ പറയാൻ എങ്ങനെ? 10 11 ആ കുട്ടിക്ക് എന്തോ വയ്യ തോന്നുന്നു. ഇപ്പൊ നേരായി, രാവിലെ മുതൽ നിക്കണതാ. ആറ് 6:11 ഇപ്പൊ സമയം. എത്ര വരെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഗൈസ് എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാമ്പിനെ പേടിയാണ്. ഞങ്ങൾക്ക് പാമ്പിനെ പേടിയാണ്. അവിടെ പാമ്പ് അതാ അതിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ നോക്കി നോക്ക്. അങ്ങോട്ട് പോയിണ്ടേ. അങ്ങോട്ട് പോയിണ്ടേ. കണ്ടില്ല. അത് പറഞ്ഞു കൊടുത്തേ. എവിടെ പാമ്പ്? അപ്പുറം നിക്കണേ. ഞങ്ങള് ഒരു ചെറിയ പ്രാങ്ക് ചെയ്തതാ. അവൻ ഞങ്ങളുടെ കൂടെ വന്നതാ. ആൾക്ക് എന്നെ അറിയായിരുന്നു ഓൾറെഡി. ഞാൻ പ്രാങ്ക് ചെയ്യാൻ വന്നതാന്ന് കൂടെ വന്ന ആൾക്ക് അറിയായിരുന്നു. എന്നിട്ട് ഇരയാക്കിയത്. ഇവനറിയോ? ഫ്രണ്ട് ഒന്ന് വന്നേ. ഇവന് ഓൾറെഡി അറിയായിരുന്നു ഞാൻ പ്രാങ്ക് ചെയ്യാൻ. ആൾക്ക് അറിയണ്ട. ബ്രോക്ക് അറിയണ്ടാന്നോ? ഇല്ല, ഇവൻ പ്രാങ്കാന്ന് അറിഞ്ഞിട്ട് ഇരയാക്കിയതാ. എന്താ പറയാ ഫ്രണ്ടിനോട്? എത്ര വരെ എണ്ണി? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അടക്കം വെച്ച് തെറ്റി. എണ്ണം തെറ്റിയപ്പോഴാണ് നിനക്ക്? എനിക്കിങ്ങനെ കൊറേ നേരമായിട്ട് ഡൗട്ട് അടിച്ചു ഇവിടെ ആരും ഇല്ല നിക്ക. എന്താണിത്? അത് പാവണ്ട ആള് ഒറ്റയ്ക്ക് ഇരുന്ന് എണ്ണിയില്ലേ. ഹരി അങ്ങോട്ട് വന്നേ. അവന്റെ പേര് ഹരി തന്നെ കേട്ടോ. ഇവൻ ഞങ്ങളുടെ കൂടെ വന്നതാ. വല്ലതും ചെയ്യോ? ഓക്കെ, ഒരു ഹായ് കൊടുത്തേ. പേരെന്താ? പേരില്ല. പേര് പറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, മോഡലിംഗ് ആണോ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാരും മോഡൽസ് ആണ്. കാണുമ്പോ തന്നെ ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ചാനൽ പറഞ്ഞു കൊടുക്കട്ടാ. ഫൈസ് ഇബ്രാഹിം എന്നാണ് ചാനലിന്റെ പേര്. സോറി ഗൈസ്, ഇത്ര നേരം നിർത്തിയില്ലേ? ഫണ്ണായില്ലേ? ഇയാൾക്ക് മനസ്സിലായില്ല. ഞാനങ്ങോട്ട് പോയപ്പോ എന്തിനാ പോയെന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. പാമ്പ് എപ്പോ വരുന്നൊക്കെ എന്നോട്. ഓക്കെ പോട്ടെ. അയ്യോ, ഫ്രണ്ട്സിനൊക്കെ പടച്ചോട്ടെ. ഞങ്ങൾ പോയിട്ട് അടിച്ചു എല്ലാരും. ബൈ. ചാനൽ ശരിക്കുള്ളതാണ്. ഫൈസ് ഇബ്രാഹിം പ്രാങ്ക് വീഡിയോസ് ആണ് ചെയ്യാറ്. നെക്സ്റ്റ് മീറ്റ്. ബൈ.
അങ്ങനെ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുകയാണ്. നമ്മളെ വീഡിയോയിൽ കൂടെ നമ്മുടെ ഹരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ആള് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അല്ലേ? ഈ ഒരു വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണോ? അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. അതുവരെ പീസ്.